ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ടി സി എസ് എന്ന കമ്പനി ഒരുപാട് പേര് സ്വിംഗ് ട്രേഡിന് വേണ്ടി വാങ്ങി, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങി. ബട്ട് അത് കമ്പനി കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലരും പാനിക്കിലാണ്. ആവറേജ് ചെയ്യട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റ് കളയട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകൾ വരെ പാനിക്കിലാവുകയാണ്. സ്വിംഗ് ട്രേഡ് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത ആളുകൾ വരെ പാനിക്കായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും ടി സി എസ് എന്ന കമ്പനിയിൽ എന്ത് ചെയ്യണമെന്ന്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഞാൻ 10K മുകളിൽ ലോസിലാണ്. ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇതിൽ കാണിക്കാം. 10K മുകളിൽ ലോസിലാണ് ഞാനും ഇത് ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് ഞാൻ പാനിക്കലൊന്നുമല്ല, എനിക്ക് കമ്പനിയിൽ വിശ്വാസമുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതും ഈ കമ്പനിയിൽ വിശ്വാസം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കത്തില്ലേ. സോ IT സെക്ടറിൽ ചില ഡൗൺ ട്രെൻഡുകൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരുപാട് പാനിക്കിലാണ് ആളുകളെല്ലാം. സോ ഇപ്പോൾ കമ്പനി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോകാം. ടെക്നിക്കൽ ചാർട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ സ്വയം കഴിയും. ഓക്കെ, അപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന കമ്പനി എന്ന് പറഞ്ഞാൽ എന്ത് കമ്പനിയാണ്? ഒരു IT കമ്പനിയാണ്. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രൂപ്പാണ്. 50 കൊല്ലമായിട്ട് അവർ മാർക്കറ്റിലുണ്ട്. അവർ കൺസൾട്ടിംഗ് ലെഡ് കോഗ്നിറ്റീവ് പവർ ഇൻ്റഗ്രേറ്റഡ് പോർട്ട്ഫോളിയോ ബിസിനസ് മീൻസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസാണ് അവർ കൊടുക്കുന്നത്. ടോട്ടലി അവർ പല കമ്പനികൾക്കും വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട്, പിന്നെ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 3040 ഹൈ പോയ പ്രൈസ് 4592 ഇവിടെ ലോ എന്ന് പറയുന്നത് 2992. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ 63,437 കോടിയാണ്. ലേശം ഒന്ന് കുറവുണ്ട്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നത് 16,875 കോടിയാണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 12,819 ആണ്. അത് സാമാന്യം നല്ലൊരു ഭേദപ്പെട്ട നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. സെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ കുറച്ച് സെയിൽസിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട്. കഴിഞ്ഞ 2024 സെയിൽസ് വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ്ലി മാർച്ച് 2025 ലേശം കുറവുണ്ട്. ലേശം നല്ല കുറച്ചധികം കുറവുണ്ട്. ആൻഡ് അപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും 2025 നോക്കുമ്പോൾ 48,797 crores ആണ്. സാമാന്യം ഭേദപ്പെട്ട ഒരു നെറ്റ് പ്രോഫിറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് റിസർവ് നോക്കുകയാണെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി ഉള്ള മാർച്ച് 2025 94,394 crores റിസർവ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ നമുക്കവിടെ ബേസിക്കലി നോക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 71.77. കുറേ വർഷങ്ങളായിട്ട് ജൂൺ 2024 തൊട്ട് ഇത്രയും ക്വാർട്ടർ നോക്കുകയാണെങ്കിലും പ്രൊമോട്ടേഴ്സ് സ്ട്രോങ്ലി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIA ഹോൾഡിങ് 11.48. FIA ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അത് IT മേഖലയിൽ പൊതുവേ ഉള്ള ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ആൻഡ് DIAസും ഹോൾഡ് ചെയ്യുന്നത് കൂട്ടിയിട്ടേ ഉള്ളൂ. 11.49% നിന്ന് 11.95% കയറിയിട്ടുണ്ട്. അതായത് FIAs ഹോൾഡിംഗ് കുറച്ചപ്പോൾ DIAs ഹോൾഡിംഗ് കൂട്ടി. ഓക്കെ, പബ്ലിക് എന്ന് പറയുന്നത് 4.77%. അത് കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 4.63% ആണെങ്കിൽ ഇത്തവണ 4.77% ആണ്. ലേശം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ TCS എന്ന കമ്പനിയിലെ ബിസിനസ്സിലെ സ്ക്രീനറിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ശേഷം നമുക്കിനി ചാർട്ടിൽ പോകാം. ആ ചാർട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എന്താണ് TCS നിങ്ങൾ എടുക്കേണ്ട തീരുമാനമെന്ന്. ഓക്കെ, അപ്പം നമുക്ക് TCSൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഞാൻ TCSൻ്റെ 1 മന്ത് ചാർട്ടാണ് എടുത്തു വച്ചേക്കുന്നത്. ടോപ്പിൽ നിന്ന് എത്ര % മാർക്കറ്റ് ഇടിഞ്ഞേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ടോപ്പിൽ നിന്ന് 35% ഡൗൺ സൈഡാണ് TCS എന്ന കമ്പനിക്ക് നിലവിലുണ്ടായിട്ടുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു കൺസേൺ ആണ്. നമ്മൾ അതിന് മുന്നേ ഇത് TCSൽ ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആദ്യമായിട്ടാണോ ഉണ്ടാകുന്നത്? അല്ല. ഇതിന് മുന്നേ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? 2022-2023 കാലഘട്ടത്തിൽ TCSൽ ഇങ്ങനെ ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അന്ന് എത്ര % ഇടിഞ്ഞത്? 27% ഇടിഞ്ഞ ശേഷമാണ് സ്റ്റോക്ക് വീണ്ടും ഒരു 35% അപ്സൈഡ് പോയത്. അപ്പോൾ ഈ TCSന് ഇത്രയും ഡൗൺ സൈഡ് വരുന്നത് അതൊരു പുതുമയൊന്നുമല്ല. അതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ശേഷം നമുക്ക് നോക്കാം, ഈ ഒരു ഇടക്കാലത്ത് മാത്രമാണോ TCS ഇത്രയും ഇടിഞ്ഞത്? നമുക്കൊന്ന് ചാർട്ടിൻ്റെ മുൻപോട്ട് പിറകോട്ടൊന്ന് പോയി നോക്കാം. TCSൻ്റെ ഹിസ്റ്ററിയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. TCSൻ്റെ 2021 കാലഘട്ടത്തിൽ 2020-2021 കാലഘട്ടത്തിൽ 36% TCS മുന്നേ ഇടിഞ്ഞു വന്നിട്ടുണ്ട്. എത്രയിൽ നിന്നാണ്? 2,400 അല്ലെ 2,300 റേഞ്ചിൽ നിന്ന് 1,600 വരെ 2021 കാലഘട്ടത്തിൽ സ്റ്റോക്ക് ഇടിഞ്ഞ് താഴ്ന്നു വന്നിട്ടുണ്ട്. അതുമാത്രമാണോ ഉള്ളത്? അതിന് മുന്നേ നമ്മൾ നോക്കിയേ, TCSൽ 2017-19 കാലഘട്ടത്തിൽ മോസ്റ്റ്ലി 26% ഈ സ്റ്റോക്ക് മുന്നേ ഇടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ റിക്കവറും ആയിട്ടുണ്ട്, ഇല്ലേ?
നമുക്ക് വീണ്ടും പുറകോട്ട് പോയി നോക്കാം. നിങ്ങൾ നോക്കിയേ, 2011-12 കാലഘട്ടത്തിൽ ഈ സ്റ്റോക്ക് 31% താഴെ ഇടിഞ്ഞ് താഴെ വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും പുറകോട്ട് പോവാം. ഈ സ്റ്റോക്ക് 2007-2009 കാലഘട്ടത്തിൽ 300 രൂപയിൽ നിന്ന് ഈ സ്റ്റോക്ക് 100 രൂപ വരെ എത്തിയിട്ടുണ്ട്. എത്ര പെർസെൻ്റാണ് അന്ന് ഇടിഞ്ഞത്? 71% ഈ സ്റ്റോക്ക് ഇടിഞ്ഞ ചരിത്രം DCSനുണ്ട്. ആൻഡ് ഇടിഞ്ഞ ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ റിക്കവറും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ ഇത്രയും വലിയ ഗ്രോത്ത് കിട്ടുന്നതും അല്ലെങ്കിൽ സ്റ്റോക്ക് അപ്സൈഡ് പോകുന്നതും തിരിച്ച് താഴെ ഇറങ്ങുന്നതും TCS പോലുള്ള കമ്പനിക്ക് ഒരു ചെറിയ കാര്യമില്ല. നമ്മളെപ്പോലെ പുതിയ ആളുകൾക്ക് ട്രേഡേഴ്സിന് എന്താ പറയുക, ഒരു സ്റ്റോക്ക് പെട്ടെന്ന് താഴെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക്ക് നമുക്കെല്ലാം ഉണ്ടാവാറുണ്ട് അല്ലേ. ബട്ട് നമ്മൾ നോക്കി സ്റ്റോക്കിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ സ്റ്റോക്ക് ആദ്യമായിട്ടല്ല ഇത്രയും വലിയൊരു കറക്ഷൻ തരുന്നത്. ഇതിന് മുന്നേ കറക്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് കറക്ഷന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡും പോയിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടേ 71% ഈ സ്റ്റോക്ക് 2009-2010 കാലഘട്ടത്തിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട്. 2007 തൊട്ട് 2009 വരെ കണക്കാക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് ട്രെൻഡിൽ തന്നെ ആയിരുന്നു. ആൻഡ് ഈ സ്റ്റോക്ക് എന്താ സംഭവിച്ചത്? 300 രൂപയിൽ നിന്ന് മാക്സിമം ഇടിഞ്ഞ് 100 രൂപയുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് 2007 തൊട്ട് 2009 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് അവിടെ നിന്നും തിരിച്ച് അപ്സൈഡ് പോയിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്റ്റോക്ക് ഒരു ബ്ലാങ്കായിട്ട് പഠിക്കാതെ സ്റ്റോക്കിൻ്റെ ഒരു ഹിസ്റ്ററി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനത്തെ ഡൗൺ സൈഡ് TCS പോലുള്ള കമ്പനികൾക്ക് സ്വാഭാവികമാണ്. IT ആണ്. ഇപ്പോൾ IT-യിൽ എല്ലാ കാലവും ഒരേപോലെ എന്താ പറയുക, പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പോകത്തൊന്നുമില്ല. ചില പ്രതിസന്ധി വിട്ടമായ കാലഘട്ടങ്ങൾ ഉണ്ടാവും. അത് ആ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും സ്റ്റോക്ക് റിക്കവർ ആവുന്ന ചരിത്രവും നമ്മളിവിടെ കണ്ടു. നിങ്ങൾ നോക്കി, ഈ സ്റ്റോക്ക് ഇപ്പം നിലവിൽ 35% ഇടിഞ്ഞിട്ടുണ്ട്. ആൻഡ് 35% ഇടിഞ്ഞതിൻ്റെ ശേഷം നമ്മളിപ്പം ഭയങ്കര പാനിക്കിലാണ് അല്ലേ. നിങ്ങൾ 2023 കാലഘട്ടത്തിൽ അപ്പോൾ 27% ഇടിഞ്ഞപ്പോഴും ഇതേ ആളുകൾ നമ്മളെപ്പോലെ ഉള്ള ഒരു പാനിക്കായിട്ടുണ്ടായില്ലേ? ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡ് തന്നിട്ടേ ഉള്ളൂ. ആൻഡ് ആ ഭാഗത്ത് ഈ ഡൗൺ സൈഡിൽ നിന്ന് ഈ സ്റ്റോക്ക് നല്ലൊരു അപ്സൈഡിലേക്കാണ് പോയത്. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, 3000 എന്നുള്ള റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും നല്ലൊരു ഡിമാൻഡ് ഏരിയയാണ് അല്ലേ. അപ്പം നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഡേ ചാർട്ടിലേക്ക് പോകാം. ഈ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു 3000 എന്നുള്ള സപ്പോർട്ടിൽ എന്താണ് ഈ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ കാണുന്ന പ്രൈസ് ആക്ഷൻ കുറച്ച് കംഫർട്ടിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ്. ഏറ്റവും ലോയിൽ ഈ 3000 എന്നുള്ള സപ്പോർട്ട് റേഞ്ചിൽ ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ആൻഡ് സ്റ്റോക്ക് നിലവിൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യാണ്. ഏതാണ് ആ സപ്പോർട്ട് റേഞ്ച്? 3000 എന്നുള്ളൊരു സപ്പോർട്ട് റേഞ്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നിലവിൽ വലിയ രീതിയിൽ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പാനിക് ആവണം എപ്പോഴാണ്? ഈ ഒരു 2930 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ പോവുകയാണെങ്കിൽ പാനിക് ആവുന്നതുകൊണ്ട് കാര്യമുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ രീതിയിൽ പാനിക് ആവേണ്ട കാര്യമുണ്ട്. ഒരു വീക്ക്ലിയിലായാലും മന്ത്ലിയിലായാലും ഒരു വലിയ സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ബിഹേവ് ചെയ്യുന്നത്? ഉടനെ വന്ന് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഉടനെ ഒരു ബൈയിങ് പ്രഷർ തന്ന് പോവുകയല്ല മാർക്കറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ കുറച്ച് കാലമായിട്ട് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഈ 2000-3000 റേഞ്ചിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു വലിയ കാര്യമാണ്. ഈ 3000 ഹോൾഡ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ 3074 എന്നുള്ള റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ ഒരു 300-400 റേഞ്ചിൻ്റെ ഒരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് അതിന് മുന്നേ എന്താണ് ഈ സ്റ്റോക്ക് ചെയ്യുന്നത്? ഈ സ്റ്റോക്ക് ഈ 3000 എന്നുള്ള സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് എത്തി. ഇപ്പോൾ ഈ സപ്പോർട്ട് സോണിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പാനിക് ആവാതെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം വിലയിരുത്തി ബാക്കി ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുക. ഇനി നിങ്ങൾ ഇതുവരെ എത്തിയതിന് ശേഷം ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത് ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഇത്രയും കാലം പിന്നെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് ഒരു ലോസ് വന്നു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു സപ്പോർട്ട് റേഞ്ചിൽ ഈ സ്റ്റോക്ക് വിറ്റ് കളയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻസ് കൂടെ കാണാൻ ശ്രമിക്കുക. 3000 അല്ലെങ്കിൽ 2930 എന്നുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിച്ച ശേഷം മാത്രം നിങ്ങളൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ 2 തവണ ഈ സ്റ്റോക്ക് ഇപ്പം ക്യാൻഡിൽ സ്റ്റിക്സ് പ്രകാരം വന്നിട്ടുണ്ട്. ആൻഡ് വോളിയൂം ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട്. സോ നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ 3000 എന്നുള്ള ഏരിയയിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു സോണും ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ ഒരു 300-400 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് വരും.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നു തുടങ്ങിയ മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കും അല്ലേ TCS എന്ന സ്റ്റോക്കിൽ. സോ നമുക്ക് ഈ ഒരു ഏരിയ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലോസ്ലി വാച്ച് ചെയ്യാം. ഈ 2930 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയില്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വേറെ ഡിസിഷൻസ് എടുക്കാം. ബട്ട് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് വരെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും പാനിക്കായിട്ട് സെല്ല് ചെയ്യണോ വേണ്ടയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഒരാഴ്ച 1-2 ആഴ്ച ഈ സ്റ്റോക്ക് ചിലപ്പോൾ മേ ബി ഒരു കൺസോൾട്ടേഷൻ ചെയ്തായിരിക്കാം. അപ്പം ഈ ഒരു റേഞ്ചിലെ പ്രൈസ് ആക്ഷൻ നമുക്ക് പഠിച്ചു വച്ചാൽ ഇനി നാളെ ഒരു കാലത്തും വേറൊരു സ്റ്റോക്കിൽ നമ്മൾ പാനിക്കാവാതിരിക്കും അല്ലേ. നമ്മൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ പ്രൈസ് ആക്ഷനും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റോക്കും ഓരോ സ്ഥലത്ത് ബിഹേവ് ചെയ്യും. ബട്ട് മാർക്കറ്റിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും. സപ്പോർട്ട് റേഞ്ച്, ഈ സപ്പോർട്ട് റേഞ്ചിലെ ട്രേഡും ഇതെല്ലാം ഈ സൈക്കോളജിക്കലി ഉള്ള കാര്യം കൂടെയാണ്. അപ്പോൾ ആ സൈക്കോളജി മനസ്സിലാക്കി നമ്മൾ ഭാവിയിൽ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയും. സോ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് 3000 എന്നുള്ള സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നോ ഇല്ലേ എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ നിന്നും അപ്സൈഡ് മൂവ്മെൻറ്റും തരികയാണെങ്കിൽ ഈ 3400 വരെയൊക്കെയുള്ളൊരു മൊമെൻറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ട്രേഡിംഗ് ഡിസിഷൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. നമുക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് നല്ല ലൈവും ആക്റ്റീവായിട്ടും കൊണ്ടുപോവുകയാണ്. അപ്പം കയറാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.